ലച്ചുവിന് ഒരു നല്ല ജീവിതം വേണമെന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സഞ്ജുവാണ്. എനിക്കത് നന്നായിട്ട് അറിയാം. ലച്ചുവിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് സഞ്ജുവിന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, പലരും അതിന് തടസ്സം നിൽക്കാം. ഇപ്പോ സ്വാതിയുടെ പുതിയ നീക്കം തന്നെ പേടിപ്പെടുത്തുന്നതാണ്. സ്വാതിയും കവിത ചേച്ചിയും നീങ്ങുന്നത് രണ്ട് വഴിയിലൂടെയാണെങ്കിലും അവരുടെ രണ്ടാളുടെ ലക്ഷ്യം ഒന്നാ, അത് ലച്ചുവാ. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് ലച്ചുവിന് ആവശ്യമാണ്. അക്കാര്യം ഇടയ്ക്ക് പലപ്പോഴും സഞ്ജു എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം ലച്ചുവിനോട് ഒരിക്കൽ പറഞ്ഞതാ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലച്ചുവിനോടുള്ള ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ട്. ലച്ചുവിനും സമ്മതമാണെങ്കിൽ ലച്ചുവിന് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം കൂടിയാവും. ലച്ചു വെറുതെ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിച്ചു വെക്കുന്ന എന്തിനാ? ലച്ചു ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ കവിത ചേച്ചിക്കോ സ്വാതിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിക്കാൻ താല്പര്യം പിന്നെ അവർക്കും ഉണ്ടാവില്ല. അപ്പോൾ രക്ഷപ്പെടുന്നത് ലച്ചു മാത്രമല്ല, സഞ്ജു കൂടിയാ. ലച്ചു ഉചിതമായൊരു തീരുമാനം എടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടറും അദ്ദേഹം എല്ലാം എന്നോട് കാട്ടുന്ന കാരണത്തിന് എനിക്ക് നിങ്ങൾ രണ്ടാളോടും വലിയ കടപ്പാടാ ഉള്ളത്. പക്ഷെ എനിക്കിപ്പോ വിവാഹമല്ല പ്രധാനം. എനിക്ക് ഇനിയും പഠിക്കണം. അതിനെന്താ വഴി? അതാ ഞാനിപ്പോ ആലോചിക്കുന്ന. എന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി എനിക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാവും? ആ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ആശങ്ക എന്തിനാ? അങ്ങനെ പഠിക്കാനല്ല ലച്ചുവിന് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷേ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എങ്ങനെയാ അത്? അതൊന്നും സാരമില്ലെന്നേ. കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. താൻ ടെൻഷൻ അടിക്കാതെ. പക്ഷേ എല്ലാം എങ്ങനെ, ഏത് രീതിയിൽ വേണം? ആകെ കൺഫ്യൂഷനിലാ ഞാൻ. അതിനല്ലേ ഞാനുള്ളേ. ഈ കാര്യത്തിൽ ലച്ചുവിനെ ഞാൻ സഹായിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ.